ഹായ്, നമുക്കിന്ന് അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സിൻ്റെ കളക്ഷൻസ് കാണാം. അത് ഇന്ന് കാണിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഷിഫോണിലേക്ക് ഒരു ക്രഷ്ഡ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് വരുന്നത്. അതിലേക്ക് നമ്മുടെ ടിഷ്യൂൻ്റെ ആ ഒരു സ്റ്റൈലിൽ വരുന്നൊരു വീവും കൂടെ വരുന്നൊരു സ്പെഷ്യൽ കോമ്പിനേഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കോമ്പിനേഷനാണ് വരുന്നത്. നമ്മുടെ ജോർജറ്റ് ഫാബ്രിക് ക്രഷ് ചെയ്തിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. അതിലേക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ടിഷ്യൂൻ്റെ ആ ഒരു വീവ് പോലെ ഒരു ചെറിയൊരു ഗ്ലേസിങ്ങും കൂടെ അതിലേക്ക് വരുന്നുണ്ട്. മെറ്റീരിയൽ നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നമ്മുടെ ബോഡിയുമായിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെത് വരുമ്പം യോക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. യോക്കിലേക്ക് ആ ഒരു സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഗോൾഡനും കൂടെ വന്ന് ചെറുതായിട്ട് സീക്വൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ടു സൈഡ് സിമ്പിൾ ഒരു നല്ല മെറൂൺ കളറ് ഫ്ലവറായിട്ട് ഈ ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഒരു ചെറിയ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവറും അതുപോലെ തന്നെ ലീഫിൻ്റെയും കൂടി ആ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതും സെയിം ആ ഒരു ഗോൾഡനും ആ ഒരു ഡാർക്ക് ഗോൾഡനും കൂടെ എംബ്രോയ്ഡറി വരുന്ന ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെത് റേറ്റ് വരുന്നത് 1535 വരുന്നുള്ളൂ, 1535. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. ദുപ്പട്ട ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് കേട്ടോ. നമ്മുടെ ആ പാകിസ്ഥാനി ദുപ്പട്ടയുടെയൊക്കെ ആ ഒരു സ്റ്റൈല് വരുന്ന പോലെ ദുപ്പട്ടയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇങ്ങനെ ആ ഒരു ഗോൾഡനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പീച്ചും റോസും കൂടെ മിക്സായിട്ട് ഒരു ഒനിയൻ പിങ്ക് ഒക്കെ മിക്സായിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ടു സൈഡ് ആ ഒരു ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതുണ്ടോ, ആ ബോർഡർ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അതുപോലെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ലീഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി ഈ ഒരു സ്റ്റൈൽ വരുവേ. നമുക്കൊരു ഫങ്ഷൻ വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ വരുമ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. യോക്കിങ്ങിന് ഈ ഒരു വർക്കും വന്ന് ദുപ്പട്ട ഫുൾ ഇങ്ങനെ ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വരുമ്പം ഇങ്ങനെ വരും. അപ്പം നമുക്കിതിൻ്റെ കളേഴ്സുകൾ ഓരോന്നായിട്ട് നോക്കാവേ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കോമ്പിനേഷനാണ് വരുന്നത്. വൈനിലേക്ക് വരുമ്പം സെയിം നമ്മളിപ്പം കണ്ട സെയിം ഡിസൈൻ തന്നെ വരും. വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം കണ്ടോ ആ ഒരു വൈൻ കോമ്പിനേഷൻ ബേസ് കളറായിട്ട് വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും. ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുള്ളിങ്ങനെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് വർക്കും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഫുള്ളിങ്ങനെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ടു സൈഡ് ആ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് യോക്ക് വരുമ്പം യോക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാവണം വരുന്നത്. അപ്പോൾ ആ ടു സൈഡ് ആ ഒരു ബോർഡർ വന്ന് ആ ഗ്ലാസ് വർക്കും കൂടെ വരുന്നതുകൊണ്ട് നല്ല എടുപ്പുവാണ്. ഇങ്ങനെ വരും. ഇപ്പോൾ ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എപ്പോഴും കാണുന്ന ഒരു മോഡലും അല്ല. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും മെറ്റീരിയൽ. അടുത്ത് വരുന്നത് ഒരു നല്ല ഡാർക്ക് ഗ്രേ ആണ് വരുന്നത്. ഗ്രേക്ക് വരുന്നതും ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. യോക്ക് ആ ഒരു സെയിം ടോൺ തന്നെ ത്രെഡ് വന്നിട്ട് അതിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡൻ വർക്കും ഇതിനൊരു ഗ്രീൻ ടോണും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഗ്രേയും ഗ്രീനും കൂടെയാണ് വരുന്നത്. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീനാണ് വരുന്നത്. ഡാർക്ക് ഗ്രീനിലേക്ക് ഒരു യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത്. ഗ്രീനും യെല്ലോയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു സ്റ്റൈല് വരും. ഫുള്ളിങ്ങനെ ആ ഒരു ടു സൈഡ് ആ ഒരു ബോർഡറും ഹൈലൈറ്റ് ചെയ്ത് ആ മിറർ വർക്കും കൂടെ വരുന്നുമുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. നല്ല ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഫങ്ഷൻ വെയറിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് കാസർഗോഡ് ജില്ലയിൽ മാലക്കല്ലാണ്. താങ്ക് യു.